ഇന്നത്തെ എപ്പിസോഡിൽ അനാമിക കള്ളസ്നേഹം നടിച്ച് നൈനയെ വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. അതായത് അനാമികയ്ക്ക് മനസ്സിലായി നൈനെ ഒന്ന് സോപ്പിട്ട് കള്ളസ്നേഹമൊക്കെ നടിച്ച് മയക്കി കഴിഞ്ഞാൽ പിന്നെ നൈന എന്തും പറയുന്നത് ചെയ്യുന്നുള്ളത്. അത് മാത്രമല്ല, നൈനയുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ള ആഭരണങ്ങളുണ്ട്. വേണമെങ്കിൽ അത് ചോദിച്ച അനാമികയ്ക്ക് അടിച്ചു മാറ്റുകയും ചെയ്യാം. ഇതിനാദ്യം വേണ്ടത് കള്ളസ്നേഹം നടിച്ച് നൈനയുടെ മനസ്സിൽ ഒരിടം പിടിക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയ അനാമിക ആദ്യത്തെ പടി വെക്കുന്നത് സ്നേഹത്തോടെ തനിക്ക് വയ്യെന്നും പറഞ്ഞ് തന്റെ മുറി ക്ലീൻ ചെയ്യാൻ വേണ്ടി നൈനയെ വിളിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള സംസാരം വയ്യായ്മയൊക്കെ കണ്ടപ്പോൾ നൈന അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. നൈന അവളുടെ റൂം ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മുറിയിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ആദ്യം വരുന്നത് നവ്യാണ്. തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ദേവ്യാന് വരുന്നുണ്ട് കേട്ടോ. ദേവ്യാന്റെ അടുത്തുനിന്ന് അനാമികയ്ക്ക് നല്ല ചുട്ട മറുപടി കിട്ടുന്നുണ്ട്. എന്തായാലും ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനിയുടെ ഫോൺ റിങ് ചെയ്യുന്നതാണ്. 1-2 വട്ടം റിങ് ചെയ്തിട്ടും ആരും എടുത്തില്ല കേട്ടോ. അങ്ങനെ മൂന്നാമതും ഫോൺ റിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. അനിയാണെങ്കിൽ ബാത്റൂമിലാണ് കേട്ടോ. എന്നാൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. ഷോ, ഇവൻ ആരെ ഇങ്ങനെ വിളിക്കുന്നത്? ആ സമയത്ത് ഫോൺ കട്ടായിട്ട് 4ാമത് കോൾ വരികയാണ് കേട്ടോ. ഷോ, ഇത് വലിയ ശല്യമായി പോയല്ലോ. അല്ലെങ്കിലും ഞാനെന്തിനാ ഇവന്റെ ഫോൺ എടുക്കുന്നത്? അതവിടെ കിടന്ന് റിങ് ചെയ്യട്ടെ. ഇതും പറഞ്ഞ് അനാമിക തിരിഞ്ഞു നടക്കുമ്പോഴാണ് അനാമിക മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നത്. അയ്യോ, ഇനി ഇതാ നന്ദു വല്ലതും ആയിരിക്കുമോ? ഈശ്വര, അവളാണോന്നൊന്ന് നോക്കണല്ലോ. ഇതും പറഞ്ഞ് അനാമിക അനിയുടെ ഫോണിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പോഴാണ് വിനീത് എന്ന് എഴുതി കാണിക്കുന്നത് കേട്ടോ. ആ സമയത്ത് അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, പറയാൻ പറ്റില്ല, ഇവന്റെ കയ്യിൽ സകല ഉടായിപ്പുണ്ട്. വേണമെങ്കിൽ നന്ദുവിന്റെ പേര് വിനീത് എന്ന് ഇവൻ സേവ് ചെയ്യും. എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. പെണ്ണാണോ ആണാണോന്ന് ഉറപ്പിക്കണമല്ലോ. ഇതും പറഞ്ഞ് അനാമിക ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ആ സമയത്ത് ഒരു ആണിന്റെ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. ഹലോ, എടാ അനി, നിന്നെ ഞാൻ എത്ര തവണയായിട്ടാ വിളിക്കുന്നത്? നീ എന്താടാ ഫോൺ എടുക്കാൻ ഇത്ര താമസം? എന്ന ഇവന്റെ ശബ്ദം കേട്ടിട്ട് അനാമിക ഒന്നും പറയാതെ നിൽക്കാൻ കേട്ടോ. അപ്പൊ വിനീത് ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എന്തെങ്കിലും ഒന്ന് പറയടാ. അതെ, നമ്മളിന്ന് കൂടാന്ന് പറഞ്ഞതല്ലേ, നീ അങ്ങോട്ടേക്ക് എത്തുവോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ എടാ. അപ്പൊ അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, ഇത് ഇവന്റെ ആ ലോക്കൽ ഫ്രണ്ട്സ് ആയിരിക്കും. അതിന് കൂടെ ആ നന്ദു എന്ന് പറയുന്നവൾ ഉണ്ടാകും. അപ്പൊ വിനീത് പറയുന്നുണ്ട്, അതെ, നീ പറയുന്നതൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല. എന്തായാലും നീ അങ്ങോട്ടേക്ക് എത്ത്, ഞാൻ എന്തായാലും നന്ദുവിന്റെ കൂടെ വരാം. ഇത് കേട്ടപ്പോ അനാമികയ്ക്ക് ദേഷ്യം വരാട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഹലോ വിനീത്. ആ ഹലോ, ഇതാരാ? ഞാൻ ആരെങ്കിലും ആകട്ടെ, നിങ്ങൾ എന്തിനാ ഏത് സമയത്തും അനിയെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ കാണിക്കുന്നത് വിനീതിന്റെ സൈഡാട്ടോ. അപ്പൊ വിനീത് മറ്റൊരു കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എടാ ചതിച്ചടാ, ഈ ഫോണ് വേറെ ആരോണ് എടുത്തത്. എനിക്ക് തോന്നുന്നു അവന്റെ ഭാര്യയാണെന്ന്. ഷെടാ പെട്ടടാ പെട്ട്. ഇനി ആ പയ്യൻ ഇങ്ങോട്ട് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് നീ ഫോൺ കട്ടേ. ആ ഹലോ പെങ്ങളെ, ആക്ച്വലി ഞാൻ അനിയെ വിളിച്ചത് വേറൊരു കാര്യത്തിനാ. ആരോട് തന്റെ പെങ്ങള്? ഞാൻ തന്നെ പെങ്ങളാണോ? അത് പിന്നെ നിങ്ങൾ ആ നന്ദുവിന്റെ ലോക്കൽ ഫ്രണ്ട്സ് അല്ലേ? അവളുമായിട്ട് കൂട്ടുകൂടുന്നവരൊക്കെ ലോ ക്ലാസ് ഫാമിലിയിലുള്ളവരായിരിക്കും. എന്നാ അനി അതിലേക്ക് വലിച്ചഴിക്കണ്ട. അനി നിങ്ങളെ പോലെയൊന്നും അല്ല. അവൻ ചിലപ്പോൾ നിങ്ങളെ പോലെ ലോ ക്ലാസിന്റെ കൂടെ ചുറ്റിക്കറയുന്നിരിക്കും എന്ന് കരുതി അവൻ ആ നന്ദു മുതലെടുക്കുന്ന പോലെ നിങ്ങൾ മുതലെടുക്കാന്ന് കരുതണ്ട. കേട്ടോടെ ഞാൻ പറഞ്ഞത്? അപ്പൊ വിനീത് പറയുന്നുണ്ട്, ശരി, ഞങ്ങളൊന്ന് അവനെ പുറത്തോട്ടിറങ്ങി വിളിച്ചതാ. ഇനിയിപ്പോ വേണ്ട, ഞങ്ങൾ വിളിച്ചത് അവനോട് പറയണ്ട. ഇതും പറഞ്ഞ് വിനീത് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ആ സമയത്ത് തന്നെ അനി ബാത്റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. അനാമികയാണെങ്കിൽ അനിയുടെ ഫോണ് ചെവിയിൽ വെച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇത് കണ്ടപ്പോ അനി ചോദിക്കുന്നുണ്ട്, ഇതെന്റെ ഫോണല്ലേ, നീ എന്തിനാ എന്റെ ഫോൺ എടുത്തത്? ഓ, കുറെ നേരമായിട്ട് ചെവിക്ക് സൗകര്യം തരാതെ റിങ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പിന്നെ മറ്റെന്ത് ചെയ്യാനാ? ആരാ ഫോൺ വിളിച്ചതെന്ന് വെച്ചാൽ എടുക്കണം. അവരോടെന്താ നീ പറഞ്ഞത്? ഞാനെന്ത് പറയാൻ, നീ കുളിക്കുവാണെന്ന് പറഞ്ഞു. പിന്നെ അവര് നിന്നോട് വിളിച്ച കാര്യം പറയണ്ടെന്നാ പറഞ്ഞത്. എന്ത് വിളിച്ചത് പറയണ്ടെന്നോ? അവരങ്ങനെ പറയില്ലല്ലോ. അവരെ ലോ ക്ലാസ് ഫ്രണ്ട്സാ. അവരവരുടെ തരത്തിന് കളിക്ക്. നീ നിന്റെ തരത്തിനനുസരിച്ചുള്ള ഫ്രണ്ട്സിന്റെ കൂടെ കൂടിക്കോ. എന്ത്, എന്റെ ഫ്രണ്ട്സാണ് അപ്പോൾ വിളിച്ചത്? അതെ. അനാമികെ, ആ ഫോണിങ് തന്നെ. അനി, ഫോണൊക്കെ ഞാൻ തരാം, പക്ഷെ തിരിച്ചു വിളിക്കണ്ട. അതെന്താ തിരിച്ചു വിളിച്ചാലേ? അവരെങ്ങോട്ട് പോവാൻ നിൽക്കാന്ന് പറഞ്ഞില്ലേ? അവരെന്നെ കൂട്ടിയിട്ട് മാത്രം എങ്ങോട്ട് പോവും. അതിങ്ങ് താടി. അനി, അവർ വിളിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ നീ ആ ലോ ക്ലാസ് ആയിട്ട് കൂട്ടുകൂടുന്നത് എനിക്കിഷ്ടമല്ല. അതെ, നീ അങ്ങനെ പണം ഉള്ളവനും ഇല്ലാത്തവനൊക്കെ നോക്കിയിട്ടായിരിക്കും കൂട്ടുകൂടുന്നത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. അങ്ങനെ കൂട്ടുകൂടിയതുകൊണ്ടാ നിന്റെ സ്വഭാവം ഇത്രയും ദുഷിച്ചതായിട്ട് മാറിയത്. നിനക്ക് പറയത്തക്ക നല്ല ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. ധ്യാനി, ഇന്ന് എന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അപ്പോ നീ ഇവിടെ നിന്ന് മാറി നിന്നാൽ ശരിയാകില്ല. നിന്റെ അച്ഛനും അമ്മയല്ലേ, നിന്നെ കാണാൻ വരുന്നതല്ലേ. അവര് വന്നോട്ടെ, നിന്നെ കണ്ടോട്ടെ, പൊക്കോട്ടെ. അതിന് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കേണ്ടത്? ആ സമയത്ത് അനി തട്ടിപ്പറിച്ച് ഫോൺ വാങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിനീതാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കാണ്. ഇത് കണ്ടപ്പോ അനി ചോദിക്കുന്നുണ്ട്, ധ്യാനാമിയെ, നീ എന്തായാലും അവരോട് മോശമായിട്ട് സംസാരിച്ചോ? ഞാൻ എന്ത് മോശമായിട്ട് സംസാരിക്കാനാ? എന്തായാലും അനി വിനീതിന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വിനീതിന്റെ ഭാഗമാണ് എനിക്ക് കാണിക്കുന്നത്. വിനീത് ഒരു കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എടാ അനിയെ വിളിക്കുന്നത്. എന്നാ പിന്നെ ഫോൺ എടുക്കേ, അവൻ ചിലപ്പോ ബാത്റൂമിലെ മറ്റോ ആയിരിക്കും. തിരിച്ചു വന്നപ്പോ വിളിക്കുക.
എന്നാലും എടാ ഫോൺ എടുക്കണോ? ആ അനാമിക വെറുതെ അവിടെ അവനുമായിട്ട് വഴക്കുണ്ടാക്കും. എടാ നമ്മൾ അവന്റെ ഫ്രണ്ട്സാ, അല്ലാതെ അവളെ പേടിച്ച് നമ്മൾ അവനെ വിളിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും വിനീത് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ വിനീത്, നിങ്ങൾ ഇറങ്ങിയോ? അത് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, അതിനു മുന്നേ നിന്നെ വിളിച്ചത്. നിങ്ങൾ എവിടെയുള്ളത്? ഞാൻ അങ്ങോട്ട് വരാം. ഏയ് അത് വേണ്ടടാ, ഇത് ഞങ്ങൾ പോയി ശരിയാക്കിക്കോളാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ നിന്നെ വിളിച്ച് പറയാം. അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാനോട് നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞതല്ലേ? എടാ നീ ഞങ്ങൾ പറയുന്ന ഒന്ന് ശാന്തമായിട്ട് കേൾക്ക്. അനാമിക നീ ഞങ്ങളുടെ കൂടെ വരുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ നോക്കിയാൽ നീ ഞങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടാകണ്ട എന്ന് അവള് പറഞ്ഞോ? എടാ അവള് പറഞ്ഞതൊന്നുമല്ല, ഞങ്ങൾ മനസ്സിലാക്കി വേണമല്ലോ ഓരോന്ന് ചെയ്യാൻ. ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവളൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. ശരി, അവള് പറയുന്ന നിങ്ങൾക്ക് വേദവാക്യമെങ്കിൽ നിങ്ങൾ പൊക്കോ, ഞാനേ ആരുടെ കൂടെ ഇല്ല. എടാ അനി അങ്ങനെയല്ലടാ, എങ്കിൽ പിന്നെ നീ പോര്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, അമ്പലത്തിന്റെ ബാക്ക് സൈഡ്. നീ പെട്ടെന്ന് വാ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ശരി. ഇതും പറഞ്ഞ് അനി ഫോൺ കട്ട് കേട്ടോ. എന്നിട്ട് അനാമികയുടെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് എന്താടി വേണ്ടത്? നീ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കുവോ? ഞാൻ തീരുമാനിക്കും എങ്ങനത്തെ ഫ്രണ്ട്സിനെ എനിക്ക് ഫ്രണ്ട്സ് ആക്കണം എന്നുള്ളത്. ഞാൻ ഏതൊക്കെ ഫ്രണ്ട്സിനെ സ്വീകരിക്കാനും വേണ്ടാന്നൊന്ന് തീരുമാനിക്കേണ്ടത് ഇയാളല്ല. താൻ തനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്ക്. തന്റെ ജീവിതത്തിൽ ഞാൻ ഇടങ്കോലായിട്ട് വരില്ല. എന്നെ എന്റെ ജീവിതത്തിൽ നിയന്ത്രണം വെക്കാൻ നിനക്ക് യാതൊരു അർഹതയില്ല, കേട്ടല്ലോ? ഇനി മേല എന്റെ ഫോൺ റിങ് എന്ന് കണ്ട എടുക്കാൻ നിൽക്കരുത്. പിന്നെ നിനക്ക് ആ നയനയുടെ അനിയത്തി മൊട്ടച്ചിയുടെ കൂടെ പോയി തെണ്ടനോടാ. ദേ എടി, നിന്നോട് ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ എനിക്ക് പ്രാന്താവും. ഈ പ്രാന്തുള്ളവരാ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എടി സമയം കിട്ടുമ്പോഴേ നീ ആ നയനേച്ചിയെ കണ്ട് പഠിക്കി. അവരെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കി. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചാലേ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാൻ പറ്റൂ. ഏത് സമയം വാശിയും വൈരാഗ്യം കൊണ്ട് നടക്കുന്ന നിന്റെ മനസ്സ് പുഴുത്തതാ. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അനി എവിടുന്ന് പോവാൻ കേട്ടോ. ആ സമയത്താണ് അനാമിക മനസ്സിലൊരു കാര്യം ചിന്തിക്കുന്നത്. സ്നേഹം, എനിക്കറിയാം അവള് സ്നേഹത്തിലൂടെ തന്നെയാണ് എല്ലാവരും കീഴ്പ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളത്. കള്ള സ്നേഹത്തിലൂടെ. അപ്പോ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ നന്നാവൂ. എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് എല്ലാവരും സ്നേഹിക്കാൻ പോവാ. ആ സമയത്താണ് അനാമിക ചെയറിന്റെ അടിയിലായിട്ട് ഒരുപാട് മാറാല തൂങ്ങിയെടുക്കുന്നത് കാണുന്നത്. ഷടാ, ഈ റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആഴ്ചകളായി. അനിയുടെ അമ്മയൊന്നും മുറിയിലേക്ക് കയറുമില്ല, ക്ലീൻ ചെയ്യത്തുമില്ല. ഇതിപ്പോ എല്ലാം കൂടി എന്റെ തലയിലാവുന്ന അവസ്ഥയാ. ഇന്ന് അമ്മ വരുമല്ലോ, അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ വേണ്ട, സ്നേഹം. ഇപ്പൊ അനി പറഞ്ഞു തന്നെ ആ നയനെ ഒന്ന് പോയി സ്നേഹിക്കട്ടെ, അവള് ചെയ്തു തരും. ഇതും പറഞ്ഞ് അനാമിക നേരെ പോകുന്നത് നയനയുടെ റൂമിലേക്കാണ്. നയന ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ആ സമയത്ത് അനാമിക അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നയനെടുത്തി. അനാമികയോ? എന്താ അനാമികെ? ഏട്ടത്തെ ഇടിപ്പത്തെ പണിയിലാന്ന് തോന്നുന്നു. ഓ അങ്ങനെ ഒരുപാട് പണിയൊന്നുമില്ല. ആദ്യം ഈ വീട്ടിൽ ഒരുപാട് പണിയുണ്ടായിരുന്നതല്ലേ, എന്നെ ഇപ്പൊ അതിന്റെ കാൽ ഭാഗം പോലും ഞാനിപ്പോ എടുക്കുന്നില്ല. ദേ ഇത് കണ്ടില്ലേ, ആദർശേട്ടന്റെ എന്റെയും കുറച്ച് വസ്ത്രങ്ങൾ അയൺ ചെയ്ത് മടക്കി വെക്കാനുണ്ടായിരുന്നു. അത്രേ പണിയുള്ളൂ. ഞാനും കൂടി ഹെൽപ്പ് ചെയ്യേട്ടത്തി. ഇത് കേട്ടപ്പോ നയന മനസ്സിൽ ഞാൻ കരുതുന്നുണ്ട്, ഇതെന്താ സ്വപ്നോ? ഇത് അനാമിക തന്നെയല്ലേ? എനിക്ക് മനസ്സിലായി എന്താണ് ഏട്ടത്തി ചിന്തിക്കുന്നതെന്ന്. എന്താ എനിക്ക് ഇങ്ങനെയൊരു മാറ്റം എന്നല്ലേ? അത് പിന്നെ എനിക്കറിയാം, അത് തന്നെയാണ് ആലോചിച്ചത്. മനുഷ്യനല്ലേ, മാറാൻ സമയമായിന്ന് കൂട്ടിക്കോ. ഒരുപാട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോ എന്തിനീ വാശിയും വൈരാഗ്യം എന്ന് തോന്നി. അപ്പൊ നയന പറയുന്നുണ്ട്, അത് നല്ലതാ. മനുഷ്യനെ മനസ്സിലാക്കണം. അത് മാത്രമല്ല, മറ്റുള്ളവരോട് സഹകരിച്ച് സ്നേഹത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കണ്ട. എല്ലാവരും നമ്മൾ സ്നേഹിക്കണം. ഈ വീട്ടിലുള്ളവരെല്ലാരും നമ്മളെ സ്നേഹിക്കുന്നവരാ. പ്രത്യേകിച്ച് മോള് സ്നേഹിക്കുന്നത് ഈ വീട്ടുകാരെയല്ല, അനിയാണ്. അനിക്ക ഇപ്പൊ നിന്റെ സ്നേഹം അത്യാവശ്യം. അതെനിക്ക് അറിയാം ഏട്ടത്തി. ഞാൻ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് എല്ലാവരെയും തെറ്റായി ധരിച്ചു വെച്ചേക്കുമായിരുന്നു. എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചപ്പോഴാ എല്ലാവരും എന്നെ സ്നേഹിക്കുമെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ. സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. ഏട്ടത്തിന്റെ പണി ഞാൻ നടക്കട്ടെ. ഇതും പറഞ്ഞ അനാമിക എഴുന്നേൽക്കുന്ന സമയത്ത് നടുവേദനിക്കുന്നത് പോലെ ആക്ട് ചെയ്യാട്ടോ. അയ്യോ അമ്മേ എനിക്ക് വയ്യേ. അപ്പൊ നയന് ചോദിക്കുന്നുണ്ട്, അയ്യോ എന്തു പറ്റി അനാമിക? ഒന്നും പറയണ്ട ഏട്ടത്തി, ഇന്നലെ മുതലേ എനിക്ക് വല്ലാത്ത ബാക്ക് പെയിനാ. അയ്യോ എങ്കിൽ പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടത്തി. പിന്നെ ഇങ്ങനെ വേദന ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ല. അതിന്റെ ആവശ്യമില്ല ഏട്ടത്തി. ഒന്ന് ചൂടുവെള്ളം പിടിച്ചാൽ ഇത് മാറിക്കോളും. എനിക്കെന്തോ അലർജിയുടെ അസുഖവും വരുന്നുണ്ട്. മുറി ക്ലീൻ ചെയ്തിട്ട് 1-2 ആഴ്ചയായി. അതിന് മാത്രം പൊടി ആ മുറിയിൽ നിറയെ ഉണ്ട്. എന്നെ കൊണ്ട് ആ റൂം ക്ലീൻ ചെയ്താൽ കൂട്ടിയേ കൂടില്ല. എനിക്കിതൊന്നും വശമില്ലായിട്ട് ഏട്ടത്തിക്ക് എനിക്ക് എന്റെ മുറി ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറ്റുമോ? ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ നയൻ ഒരു മടിയില്ലാതെ ചെയ്തു തരാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനെന്താ, നിനക്ക് വയ്യായിട്ടല്ലേ? ഞാൻ ആ റൂം ക്ലീൻ ചെയ്തേക്കാം, മോള് പൊയ്ക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇതും പറഞ്ഞ് അലമാറയിൽ മടക്കി ഒതുക്കി വെക്കുന്നത് പാതി വഴിക്ക് ഇട്ടിട്ട് നയന റൂം ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. എന്തായാലും നയനയുടെ മനസ്സിൽ അനാമിക വഞ്ചിക്കുകയാണെന്നുള്ള ഒരു വിചാരവും ഇല്ല കേട്ടോ. ആ സമയത്ത് തുടയ്ക്കുന്ന വടിയും അതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്തിട്ടാണ് നയന അനാമികയുടെ മുറിയിലോട്ട് ചെല്ലുന്നത്. എന്നാൽ ഇത് നന്നായിട്ട് നവ്യ ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ ഇത് നയനയല്ലേ, ഇവളെന്തിനാ ഇപ്പൊ തറ തുടയ്ക്കുന്നത്? നയന ഇതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല.
പറഞ്ഞാൽ മനസ്സിലാവാൻ ഞാൻ എന്താ ചെയ്യാ? ഇതും പറഞ്ഞ് നവ്യ നയനയുടെ പിന്നാലെ പോകുമ്പോഴാണ് നയന അനാമികയുടെ മുറിയിലോട്ട് കയറുന്നത്. അനാമികയുടെ മുറിയിലോ? അനാമികയുടെ മുറി എന്തിനാ നയന് ക്ലീൻ ചെയ്യുന്നത്? ഇതിലെന്തോ ഉടായ്പുണ്ടല്ലോ. ഇത് മനസ്സിലാക്കി നവ്യ ആ മുറിയിലോട്ട് ചെല്ലാൻ കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഏട്ടത്തി ദേ ഇവിടെയൊക്കെ നല്ല മാറാലയുണ്ട്, പിന്നെ ദേ ഇവിടെ നന്നായിട്ട് പൊടിയുണ്ട്, ഇവിടെ നന്നായിട്ട് തുടയ്ക്കണേ. അതൊക്കെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. മോൾ അങ്ങോട്ട് മാറിയിരുന്നു, ഞാൻ ഇവിടെ തറ തുടയ്ക്കട്ടെ. ആ സമയത്താണ് നവ്യ അങ്ങോട്ട് ദേഷ്യം പിടിച്ച് വരുന്നത്. എന്താ നയൻ ഇവിടെ നടക്കുന്നത്? ഈ ശബ്ദം കേട്ടിട്ട് പേടിച്ചുകൊണ്ട് നയനയും അനാമികയും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹോ, ചേച്ചി ആയിരുന്നോ? ഇത് എന്തൊരു ശബ്ദം ചേച്ചി? പിന്നെ നീ എന്തിനാ ഈ കുന്തവും പരിവാരവും ഒക്കെ എടുത്ത് ഇവളുടെ മുറി ക്ലീൻ ചെയ്യാൻ ഇങ്ങോട്ട് വന്നേക്കുന്നേ? അത് പിന്നെ ചേച്ചി, അനാമികയ്ക്ക് വയ്യ. ഓ, അവക്ക് വയ്യെന്ന് അവള് പറഞ്ഞു കാണും അല്ലേ? ഇതൊക്കെ അടവാ എന്റെ നയനെ. നീ ഒരു പൊട്ടിയാണല്ലോ ഇതൊക്കെ വിശ്വസിക്കാൻ. അപ്പൊ അനാമിക സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, കള്ള സ്നേഹം. നവ്യേട്ടത്തി, ഞാൻ കള്ളം പറഞ്ഞതല്ല, എനിക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. എടി, നീ നയനെ പറ്റിക്കുന്ന എന്നെ നീ പറ്റിക്കാന്ന് കരുതണ്ട കേട്ടോടി. ചേച്ചി, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, ഒന്ന് പയ്യെ സംസാരിക്കുക. ഞാൻ ഇത് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് വന്നോളാം. പറ്റില്ല, അതൊക്കെ അവിടെ ഇട്ട് നീ എന്റെ കൂടെ വന്നേ. ചേച്ചി, അത് ഒന്നും പറയണ്ട, നീ വാ. ആ സമയത്ത് നയനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഹോ, ഇവളാണ് ആദ്യം കൊല്ലേണ്ടത്. ഇവളെ കൊന്നാലേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കൂ. ഒരു ചേച്ചിയോ അനിയത്തിയുണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. നയനെ, നീ അങ്ങോട്ട് ചെന്നേ, എനിക്ക് ഇവളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചേച്ചി, വെറുതെ ഒരു വഴക്ക് വേണ്ട. വഴക്കിടാനൊന്നല്ല നയനെ, എനിക്ക് ഇവളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാ. ശരി, നീ ചെല്ലേ. എടി, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നിനക്ക് എന്താ ഉദ്ദേശം? എന്റെ ഏട്ടത്തി, ഞാൻ നന്നാവാൻ തീരുമാനിച്ചാ നിങ്ങൾ അതിന് സമ്മതിക്കില്ലേ? നന്നാവാൻ തീരുമാനിക്കേ? നീയോ? എടി, നീയൊക്കെ നന്നാവണമെങ്കിലേ കാക്ക മലർന്ന് പറക്കണോടി. നിന്നെപ്പോലെ ഒരുത്തി വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. അവള് വന്നേക്കുന്നു. നയനേട്ടത്തി നവ്യേടത്തിയും എന്തൊരു ഒലിപ്പിക്കല. ദേ, നയനയെ സ്നേഹിച്ച് വശപ്പെടുത്താന്ന് നിനക്ക് മനസ്സിൽ ആഗ്രഹം കാണും. എന്നാലേ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം എന്റെ അനിയത്തിയെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ സമയത്താണ് ഇത് കേട്ടുകൊണ്ട് ദേവിയാനി അകത്തേക്ക് കയറി വരുന്നത്. എന്താ ഇവിടെ ഒരു പ്രശ്നം? ഒന്നുമില്ല വല്യമ്മേ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകൂടെ എന്നോടു? അപ്പൊ അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ, എനിക്ക് വയ്യായിരുന്നു. ഞാൻ നയനേടത്തിയെ വിളിച്ച് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്തു തരുമെന്ന് പറഞ്ഞു. നയനേടത്തി മറുത്തൊന്നും പറയാതെ റൂം ക്ലീൻ ചെയ്യാൻ വന്നു. എന്നാൽ ഇവർക്കത് പിടിച്ചില്ല. അപ്പൊ നവ്യ പറയുന്നുണ്ട്, നിങ്ങൾക്കേ അതിന്റെ ഒന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും നയനെ കൊണ്ട് അത്തരം പണികളൊന്നും ചെയ്യിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്റെ അനിയത്തിയെ കബളിപ്പിക്കാന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഇത് കേട്ടപ്പോ ദേവേനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവൾ അവസരം കിട്ടി എന്റെ മരുമകളെ ചതിക്കാൻ ശ്രമിക്കുക. എന്റെ മരുമകളെ വീഴ്ത്താൻ നോക്കി നിന്നെ ഞാൻ ശരിക്കും വീഴ്ത്തി തരാടി. അനാമിയെ, നിനക്ക് വയ്യെന്നുണ്ടെങ്കിൽ വൈകുന്ന സമയത്ത് ഇതൊക്കെ ചെയ്താൽ മതി. അല്ലാതെ സ്വന്തം മുറി വൃത്തിയാക്കാനൊക്കെ മറ്റുള്ളവരുടെ സഹായം തേടുന്നത് അത്ര നല്ല കാര്യമല്ല. ദേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ അതിന് പേര് നിങ്ങൾ വഴക്കൂടുന്നത്. ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാനാ ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി നയനി ഇതിലേക്കൊന്നും വിളിക്കണ്ട. നീ തന്നെ നിന്റെ മുറിയൊക്കെ വൃത്തിയാക്ക്. അതാണ് ശരിക്കും നല്ലത്. അപ്പൊ അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, ഇവരോട് ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇവർ അവരുടെ പക്ഷത്താ. അതുകൊണ്ട് ഇവരോട് എന്ത് പറഞ്ഞാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇവിടെ തുടയ്ക്കാനുള്ളതൊക്കെ, അത് വെച്ച് അനാമിക കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്യും. അല്ലാതെ മറ്റുള്ളവരുടെ സഹായം തേടുന്നത് അത്ര നല്ല കാര്യമല്ല കേട്ടോ. നവ്യ, ഇതിന് പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവിടുന്ന് പോയേ. എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം എന്നൊന്നും ഇല്ല അമ്മായി. പിന്നെ ഇവളുടെ ഒക്കെ ഉള്ളിലെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ബാക്കി എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ഗായ്സ്.